ദൈവമെല്ലാം തന്നതല്ലേ, തന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല. ദൈവമെല്ലാം തന്നതല്ലേ, നടത്തിയ ദിനങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ ദിനങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. പുസ്തകം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഈ 6 വാക്യങ്ങളാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. എനിക്കറിയാം ഈ യോനയുടെ ഈ കഥ അല്ലെങ്കിൽ യോനയുടെ ഈ സംഭവം വിശ്വാസികൾക്കും അവിശ്വാസികൾക്ക് പോലും ഇത് അറിയാവുന്ന ഒരു കാര്യമാണ്. ചില കാര്യം വിശ്വാസിയായിരുന്നാൽ അവിശ്വാസിയായിരുന്നാൽ ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയാം. ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ചുരുക്കി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, യോന എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കർത്താവ് ഒരു സ്ഥലത്തേക്ക് അയക്കുന്നു. ആ മനുഷ്യൻ പോകുന്നില്ല, കടലിലൂടെയാണ് യാത്ര ചെയ്തത്. ആ കർത്താവ് അയച്ച സ്ഥലത്തേക്ക് പോകാതെ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. സമുദ്രത്തിൽ വലിയൊരു കാറ്റടിക്കുന്നു. യോനയെ ദൈവം എടുത്ത് സമുദ്രത്തിലിടുന്നു. ഒരു മത്സ്യം തന്നെ വന്ന് വിഴുങ്ങുന്നു. 3 രാവും പകലും മത്സ്യത്തിന്റെ വയറ്റിൽ ഈ മനുഷ്യൻ കിടന്നു. അതിനുശേഷം താൻ അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു മാനസാന്തരപ്പെട്ടു. അതിനുശേഷം ആ മത്സ്യം തിരിച്ച് ഈ മനുഷ്യനെ കരയിലേക്ക് ഛർദ്ദിച്ച് കളയുകയും പിന്നെ യോന അതേ രാജ്യത്ത് പോയി പിന്നെയും പ്രസംഗിക്കുന്ന ഒരു സംഭവമാണ് ഈ അധ്യായം. അതായത് യോനയുടെ പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ കൃത്യമായി പറയുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത് ഈ 6 വാക്യങ്ങളെ, പ്രധാനമായിട്ടും ഈ 6 വാക്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അമീഥയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്താണ്? യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ ഇത് 1-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു പാസ്റ്ററിന്റെ അനുസരണക്കേടാണ്. പാസ്റ്റർ എന്നല്ല, ഒരു പ്രവാചകന്റെ, ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ അനുസരണക്കേട് പിടിച്ച ഒരു പ്രവാചകൻ. അതാണ് ഈ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 1 മുതൽ 1-ാം അധ്യായം മൊത്തത്തിൽ ഒരു ദൈവ മനുഷ്യന്റെ അനുസരണക്കേട്. അപ്പൊ ഇന്ന് ഈ യോനയുടെ അനുസരണക്കേടിൽ നിന്ന് എന്ത് നമ്മൾ പഠിക്കണം? യോനയുടെ അനുസരണക്കേട് പഠിക്കണമെന്നല്ല, മറിച്ച് എന്താണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയാണ് പ്രധാനമായും കർത്താവ് തന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചിരുന്നത്. പ്രവാചകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ കോളിംഗ് ആയിട്ടാണ് അന്നത്തെ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. അന്നത്തെയും ഇന്നത്തെയും പ്രവാചകന്മാർ തമ്മിൽ വ്യത്യാസമാണ്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. പഴയ നിയമ പ്രവാചകന്മാരുടെ ഉദ്ദേശം വേറെയായിരുന്നു, പുതിയ നിയമ പ്രവാചകന്മാരുടെ ഉദ്ദേശം വേറെയായിരുന്നു. പഴയ നിയമത്തിൽ പലപ്പോഴും ചില ദേശത്തോട് പ്രവചിക്കാനാണ് കർത്താവ് വിളിച്ചിട്ടുള്ളത്. ഇപ്പം ഇവിടെ യോനയെ വിളിച്ചിട്ട് ഒരു ദേശത്തിൽ പോയി പ്രവചിക്കാനാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി പ്രവചിക്കുക. അത്തരത്തിലായിരുന്നു പ്രവചനം പഴയ നിയമത്തിൽ. പക്ഷെ പുതിയ നിയമത്തിലോട്ട് വരുമ്പം പ്രവചനം അതല്ല. പ്രവചനം സഭയ്ക്ക് വേണ്ടിയുള്ളതാണ് പ്രവചനം. മനസ്സിലായ? സഭയ്ക്കും കർത്താവിന്റെ വേലയ്ക്കും സഭാ പ്രവർത്തനങ്ങൾക്കും വ്യക്തിപരമായ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ് പ്രവചനം. ഇവിടെ നോക്കുമ്പം യോനയെ ഒരു പ്രത്യേക കാര്യത്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. എന്താണ്? അമീഥയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, യഹോവയുടെ അരുളപ്പാട് യോനയ്ക്ക് ഉണ്ടായി. അരുളപ്പാടെന്ന് പറയുമ്പം ദൈവ ശബ്ദം യോന കേട്ടു. യോനയ്ക്ക് ഒരു സ്പെഷ്യൽ കോളിംഗ് ഉണ്ട്. യോനയ്ക്കൊരു സ്പെഷ്യൽ കോളിംഗ്, ഒരു പ്രത്യേകമായ ഒരു വിളിയുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പം നിങ്ങൾ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വിളിക്ക് വേണ്ടിയിട്ടാണെന്ന്? ചിലപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എന്തോന്നു പ്രത്യേകമായ വിളി, ഞാൻ വരുന്നു, ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു, അതിന് പരം പ്രത്യേക വിളി ഇല്ല. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, അത് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ, ഇതിനകത്ത് ആര് വന്നിട്ടുണ്ടോ, അഥവാ ദൈവസഭയ്ക്കകത്ത് ആര് പ്രവേശിച്ചിട്ടുണ്ടോ, നിങ്ങളെല്ലാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു വിളിയുണ്ട്, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിളിയുണ്ട്. ആ വിളിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചേക്കുന്നത്. അല്ലാതെ കേവലം നമ്മളൊരു വിശ്വാസിയായിരിക്കുക, ശരി ഞാൻ സുവിശേഷം കേട്ടു, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, എൻ്റെ യേശു എന്നെ സൗഖ്യപ്പെടുത്തും. തീർച്ചയായിട്ടും
ദൈവം സൗഖ്യപ്പെടുത്തും. ദൈവം നമുക്ക് തരാനുള്ള നന്മകളെല്ലാം ദൈവം തരും. പക്ഷേ അതിനു വേണ്ടി മാത്രമല്ല നമ്മളിവിടെ ആയിരിക്കും. പലപ്പോഴും ഈ വിഷയങ്ങളുടെ സഭയിൽ കൂടി വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ നമ്മുടെ കാര്യങ്ങൾ നടത്തപ്പെടുവാൻ വേണ്ടിയാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എൻ്റെ മകളുടെ ജോലി, എൻ്റെ മകന്റെ ജോലി, എൻ്റെ മകളുടെ വിവാഹം, എൻ്റെ വീട്ടുകാര്യങ്ങൾ. ശരിയാണ്, നിങ്ങളുടെ വിഷയങ്ങളെല്ലാം ദൈവം അറിയുന്നു, അത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ സഭയിലേക്ക് വന്നിരിക്കുന്ന ഒരു ഉദ്ദേശം നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടുക എന്നുള്ളത് മാത്രമല്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ദൈവഹിതത്താൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടണം. ദൈവഹിതത്താൽ ഈ മകനെ അല്ലെങ്കിൽ ഈ മകൾ അവളെ ദൈവം ഉപയോഗിക്കണം, അല്ലെങ്കിൽ കർത്താവിന്റെ ഹിതമെന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ കർത്താവിന്റെ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്കൊരു ദൈവവേലയുണ്ട്, ആ വേല ഞാൻ ചെയ്യണം എന്നുള്ള ബോധ്യത്തിലായിരിക്കണം നമ്മൾ സഭയിലായിരിക്കേണ്ടത്. അതിനാണ് ദൈവം നമ്മളെ കൂട്ടി വേർതിരിച്ചത്. പല മതങ്ങളിൽ നിന്നും പല ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ആരും വന്നിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറി പോകാനല്ല. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ദൈവത്തിന് ഒരു ആവശ്യമുണ്ട് നിങ്ങളെ കൊണ്ട്. നിങ്ങൾക്ക് ആവശ്യങ്ങളുള്ളത് പോലെ തന്നെ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് നിങ്ങളെപ്പറ്റി പദ്ധതികളുണ്ട്. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം നിവർത്തിക്കാനാണ് സഹോദരങ്ങളെ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ മാത്രം നടന്നു പോകാൻ വേണ്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, ദൈവസഭയിലേക്ക് വരുമ്പം അല്ലെങ്കിൽ ഈ വചനത്തിലേക്ക് വരുമ്പം അത് മാത്രമല്ല മറിച്ച് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. എൻ്റെ മേലൊരു വിളിയുണ്ട്, എൻ്റെ മേൽ എനിക്ക് ചെയ്തെടുക്കാൻ ചില കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നു. പലപ്പോഴും ഇത് നമ്മൾ അറിയാതെ പോകുന്നു. ദൈവം എന്നെ എന്തിനാണ് സഭയിലേക്ക് കൊണ്ടുവന്നത്? ഞാൻ മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നല്ലോ. എന്നെ സഭയിലേക്ക് കൊണ്ടുവന്നതിന്റെ കാര്യം എന്താ? ഞാനൊരു കാര്യം പറയാം, ചില പ്രത്യേകമായ വിളി നിങ്ങളുടെ മേലിലുണ്ട്. നിങ്ങളിലൂടെ ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കും. അത് മറ്റാർക്കും ചിലപ്പോൾ കഴിയണമെന്നില്ല. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ മറ്റൊരാൾക്ക് പ്രവേശിക്കാൻ കഴിയണമെന്നില്ല. നിങ്ങൾ ആയിരിക്കുന്ന മേഖലയിൽ ചിലപ്പം അത് എനിക്ക് പോകാൻ പറ്റുമെന്ന് വരത്തില്ല. നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ ദൈവനാമം മഹത്വപ്പെടുത്തണം, നിങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടണം എന്നൊരു ഉദ്ദേശത്തിലാണ് ദൈവം നിങ്ങളെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. കേവലം നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോവുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല. അതില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് മാത്രമല്ല. ഇവിടെ യോനയെ സംബന്ധിച്ച് യോനയ്ക്കൊരു വിളിയുണ്ട്. അറിയപ്പെടുന്ന ഒരു പ്രവാചകനാണ് ആ സമയത്ത്. അല്ലെങ്കിൽ യോനയെ പറ്റി വളരെ അധികം പരാമർശമൊന്നും പഴയ നിയമത്തിൽ ഇല്ലെങ്കിലും യെരോബെയാം രാജാവിന്റെ കാലത്ത് ശുശ്രൂഷിച്ചിരുന്ന ഒരു പ്രവാചകനാണ്. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ദൈവം ഇപ്പൊ ഒരു സ്പെഷ്യൽ കോളിംഗ് വിളിച്ചേക്കുകയാണ്. പക്ഷെ യോന എന്ത് ചെയ്തു? അരുളപ്പാട് ഉണ്ടായ എന്താണ് അരുളപ്പാട്? നീ പുറപ്പെട്ട് മഹാനഗരമായ നീനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അപ്പം യോനയ്ക്കൊരു പ്രത്യേകമായൊരു വിളിയുണ്ട്. എന്താണത്? നിനവയിലേക്ക് പോകണം. ആദ്യം എന്ത് ചെയ്യണം? നീ നിനവയിലേക്ക് പോകണം. പോയിട്ട് എന്ത് ചെയ്യണം? നിനവയ്ക്കെതിരെ പ്രസംഗിക്കണം. അതിനുള്ളൊരു റീസണും കൂടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അവരുടെ ദുഷ്ടത എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ ദുഷ്ടത, ദൈവവചനം ദുഷ്ടത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടത തന്നെയാണ്. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. ഒരു തീവ്രവാദ രാജ്യം, തീവ്രത പിടിച്ച അല്ലെങ്കിൽ ഭീകരവാദികളുടെ രാജ്യത്തിലേക്കാണ് യോനെ അയക്കുന്നത്. യോനെ ദൈവം അയക്കുന്ന ഉദ്ദേശം അതാണ്. നിനവയിലേക്ക് ചെന്ന് അത് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ നോക്കണേ, യോനയ്ക്ക് ഒരു പ്രത്യേകമായ ഒരു കോളിംഗ് ഉണ്ട്. നിങ്ങളെ പ്രത്യേകമായി വിളിച്ചതുപോലെ തന്നെ യോനയ്ക്കും ഒരു പ്രത്യേകമായ ഒരു കോളിംഗ് ഉണ്ട്. സാധാരണയായി താൻ ചെയ്തു പോകുന്ന ആ ഒരു പ്രവചനം മാത്രമല്ല, ഇസ്രായേലിൽ അറിയപ്പെടുന്ന ഒരു പ്രവചനമായിരുന്നു. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ പെട്ടെന്ന് ദൈവം വിളിക്കുകയാണ്, ആ സർക്കിളിൽ നിന്ന് മാറി അടുത്ത പുറത്തോട്ട് പോകണം. യോന മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം ഇസ്രായേൽ എല്ലാ രാജ്യക്കാർക്കും അവരുടെ രാജ്യത്തെ പറ്റി ഒരു ഭക്തിയുണ്ട്, അല്ലെ? ഭക്തിയല്ല, ഒരു ആദരവുണ്ട്, അല്ലേ? നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യ എന്റെ മഹാരാജ്യമാണ്, അല്ലേ? എല്ലാ ഇന്ത്യക്കാരും നമ്മൾ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ ഒരു ദേശഭക്തി നമ്മളിലേക്കുണ്ട് എന്ന് പറയുന്ന പോലെ ഇത് അല്പം കൂടിയൊരു മനുഷ്യനാണ്, ദേശഭക്തി കൂടിയൊരു മനുഷ്യനാണ് യോനയുടെ എന്ത് പറഞ്ഞു? നിനവയിലേക്ക്. ഇനി നിനവ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ?
ഇസ്രായേലിന് നേരെ എതിർവശമാണ്. ഇസ്രായേൽ അല്ല, നിനവെ എന്ന് പറയുന്നത് ഇസ്രായേലിൽ പെട്ടതല്ല. അത് അസീരിയ എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യത്തിൽ പെട്ട ഒരു നഗരമാണ് നിനവെ. തന്റെ സ്ഥലത്തുനിന്ന് പുറത്തു പോകാൻ പറയുക. അപ്പം യോന അത് കേട്ടിട്ട് എന്ത് ചെയ്തു? എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാബോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്തു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോട് തർശീശിലേക്ക് പോയി കളവാൻ അതിൽ കയറി. വിളിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇസ്രായേലിൽ അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ്. അങ്ങനെ കൂട്ടിക്കും, അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ്. പക്ഷെ ദൈവം ഒരു വിളി കൊടുത്തപ്പോ ഈ മനുഷ്യൻ എങ്ങോട്ട് പോയി? അതിന് നേരെ ഈ നിനവെ എന്ന് പറയുന്നതും ഇസ്രായേൽ എന്ന് പറയുന്നത് രണ്ട് എതിർവശമുള്ള രാജ്യങ്ങളാണ്. മനസ്സിലായോ? അതായത് ദൈവം ഇങ്ങോട്ട് വിളിച്ചപ്പോഴേ യോന എങ്ങോട്ട് പോയി? അങ്ങോട്ട് പോയി. ഇല്ലേ, നമ്മൾ ചില വീട്ടിലെ പിള്ളേരെയൊക്കെ വിളിക്കുമ്പോഴല്ലേ ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പോഴേ അവൻ നേരെ അങ്ങോട്ട് തിരിച്ചു, ഒരു ബന്ധമില്ലാതെ പോകും. യോനെ സത്യം പറഞ്ഞ അതേ അനുസരണക്കേടാണ് യോന ചെയ്യുന്നത്. അനുസരണം കെട്ട ഒരു പാചകം. അങ്ങോട്ട് പോകാൻ പറയുമ്പോ യോന നേരെ ഇങ്ങോട്ട് പോകും. നമ്മൾ പ്രവാചകനാണ്. അന്ന് ദൈവം ആളുകളിൽ അല്ലെങ്കിൽ ജനത്തോട് സംസാരിക്കുന്നത് ഈ മനുഷ്യരിലൂടെയാണ്. ഈ വിളിക്കപ്പെട്ടവനാണ്. എല്ലാ ഞായറാഴ്ചയും പള്ളി വരും, എല്ലാ കാണിക്കയും കൊടുക്കും, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യും, നല്ല പ്രവചനവും പറയും. പക്ഷെ ഇപ്പൊ ഈ ദൈവ മനുഷ്യൻ എന്ത് ചെയ്തു? ജീവനും കൊണ്ട് ഓടുകയാണ്. ജീവനും കൊണ്ട് ഓടുകയാണ്. എങ്ങോട്ടെ? ദൈവ വിളിക്ക് മറുതലിച്ചോടുകയാണ്. ദൈവ വിളിക്ക് മറുതലിച്ചോടുകയാണ്. അതും അതിനെതിർവശമായിട്ടുള്ള സ്ഥലം. ഈ നിനവെ എന്ന് പറയുന്ന സ്ഥലം ഇസ്രായേലിനും മൈലുകൾ അപ്പുറമാണ്. ദൈവ വിളി കേട്ട മനുഷ്യൻ അതിന് നേരെ വിപരീതമായിട്ട് ഓടാൻ തുടങ്ങി. എങ്ങോട്ട് പോയി? യാക്കോബിലേക്ക് തന്ന തർശീസിലേക്ക്. നോക്കണം, ഈ ഇസ്രായേലും തർശീസ് ഞാൻ പറഞ്ഞു എതിർവശമാണ്. ഈ മനുഷ്യൻ ദൈവ കൽപ്പന കേട്ടിട്ട് നേരെ എതിർവശത്തോട്ട് യാത്ര ചെയ്തിട്ട് എന്ത് ചെയ്ത്? യാബോ എന്ന് പറയുന്ന ഒരു താഴ്ചയുള്ള സ്ഥലമാണ്. താഴ്ന്ന ജിയോഗ്രാഫിക്കലി നമ്മളെ ഏരിയ വൈസ് നോക്കുമ്പോൾ ഇത് താഴ്ന്ന സ്ഥലമാണ്. തർശീസിലേക്ക് പോകേണ്ടതിന് ആദ്യം യാബോവിൽ ചെന്നിട്ട് യാബോവിൽ എന്ത് ചെയ്ത് അവിടെ ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീസിലേക്ക് പോയി കളവാൻ അതിൽ കയറി. യോന നേരെ എതിർവശത്തേക്ക് പോയി. ഇനി 4-ാം വാക്യം. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ച് കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. നോക്കണമേ, ദൈവ മനുഷ്യൻ, വിളിക്കപ്പെട്ട ഒരു വ്യക്തി. പക്ഷേ അവൻ മറുതലിച്ച് എങ്ങോട്ട് പോയി? ദൈവത്തിന് മറുതലിക്കാൻ തുടങ്ങിയപ്പോഴ് പിന്നെ ആ മനുഷ്യൻ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് അറിയാമോ? യോന വിചാരിച്ചു, ഞാൻ ദൈവത്തെ മറുതലിച്ച് ഇനി ആര് കാണാനാണ്? ആരും കാണത്തില്ല. ദൈവവചനത്തിന് വിരുദ്ധമായി താൻ പാപം, അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായി എന്ത് ചെയ്യുക? അത് പാപമാണ്. പലപ്പോഴും ഈ ഒരു ചിന്താഗതി, യോനയുടെ ചിന്താഗതി നമ്മളിലേക്ക് വരും. ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് അത് ആരറിയാൻ? ഞാൻ എൻ്റെ മുറിക്കകത്ത് ചെയ്യുന്നത് ആരറിയാൻ? ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ മറ്റുള്ളവരോട് ചെയ്യുന്നത് ആരറിയാൻ? ഞാൻ എൻ്റെ ബന്ധുമിത്രാദികളോട് ചെയ്യുന്നത് ആരറിയാൻ? ദൈവത്തോട് ചെയ്യുന്ന പാപം ആരും കാണത്തില്ല. അവിടെ ഈ പിശാചിന്റെ ഒരു തന്ത്രം തന്നെ അതാണ്. പിശാച് നമുക്കൊരു സേഫ്റ്റി തരും. പലപ്പോഴും പാപത്തിൽ വീഴുമ്പോൾ അല്ലെങ്കിൽ പാപത്തിൽ അകപ്പെടുമ്പോഴും നമ്മൾ വിചാരിക്കും, ഇത് ആരറിയാൻ? ആരും കാണാൻ പോകുന്നില്ല, എന്റെ സഭാവിശ്വാസികൾ കാണത്തില്ല. ഈ കർത്താവിനെ പിശാചി പരീക്ഷിക്കാൻ വരുമ്പം വളരെ പ്രൈവറ്റ് ആയിട്ടാണ് പിശാചി കർത്താവിന്റെ അടുത്ത് സമീപിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ നമസ്കരിക്കാൻ പറഞ്ഞു, അല്ലേ? അപ്പോഴവിടെയൊന്നും ആരും ഇല്ല എന്നുള്ളത് ഓർക്കണം. അവിടെയൊന്നും ആരും ഇല്ല. ഈ പിശാചി കർത്താവ് മാത്രമേ ഉള്ളൂ. പലപ്പോഴും പിശാച് നമ്മളോട് ഇടപെടുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സേഫ് ആയിരിക്കുന്നു വിചാരിക്കും. മദ്യപിക്കുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യപിക്കുന്നവർ വിചാരിക്കുമ്പോ ആരറിയാൻ, എന്റെ സഭാവിശ്വാസികളൊന്നും അറിയാൻ പോകുന്നില്ല. ഞാൻ എന്റെ ഫോണിൽ കാണുന്നത് ആരറിയാൻ? ആരും അറിയത്തില്ല. ഈ യോനയുടെ ചിന്താഗതി അതേ മനോഭാവമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവമാണ്. ഒന്നും ദൈവത്തെ മറയ്ക്കാൻ കഴിയത്തില്ല. എനിക്ക് ഇവിടെ വന്നു നിന്നിട്ട് നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റും.
എനിക്ക് നല്ല പ്രസംഗം വെച്ച് എല്ലാവരും കൈയൊക്കെ അടുപ്പിച്ച് ഇവിടെ ഒരു കോലാഹലം ഉണ്ടാക്കാൻ എനിക്ക് പറ്റും. എനിക്കുള്ള നാച്ചുറൽ കഴിവ് വെച്ച് എനിക്ക് പറ്റും. അല്ലെങ്കിൽ ഞാൻ വലിയ ആത്മീയനാണ്, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് ബ്രദറെ, പ്രൈസ് ദി ലോർഡ് സിസ്റ്ററെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ആ ബോഡി ഗസ്റ്ററൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ അദ്ദേഹം വലിയ ആത്മീയ മനുഷ്യനാണ് എന്ന് എനിക്ക് അഭിനയിക്കാൻ പറ്റും. ഇല്ലേ? അഭിനയിക്കാൻ പറ്റത്തില്ലേ? നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റും. ഞാൻ വളരെ പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് എനിക്ക് അഭിനയിക്കാൻ പറ്റും. ഞാൻ ഭയങ്കര വിശുദ്ധിയിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷേ ദൈവം എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഉള്ളങ്ങളെ ദൈവം അറിയുന്നു. എന്റെ പാപങ്ങളെ എന്റെ രഹസ്യ പാപങ്ങളെ അവന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്ന ഒന്നാണ്. അതായത് ഞാൻ എന്റെ ഉള്ളത്തിൽ, അതായത് നിങ്ങൾക്ക് പ്രസംഗം കേട്ടോണ്ടിരിക്കുന്നു. പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നോണ്ട് തന്നെ എവിടെ പോവാം? നിങ്ങളുടെ വീട്ടിൽ പോവാം, ഇല്ലേ? ഇപ്പൊ അടുക്കളയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം. ഇവിടെ ഇരുന്നോണ്ട് തന്നെ നിങ്ങൾക്ക് അടുക്കളയിലും പോവാം. ഇവിടെ ഇരുന്നോണ്ട് തന്നെ നിങ്ങൾക്ക് തൊപ്പിച്ചാന്ത ജംഗ്ഷനിൽ പോവാം, അവിടുത്തെ ചായക്കടയിൽ പോവാം, ചായയും കുടിക്കാം, ഇല്ലേ? നമ്മൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ചിന്തകള് എവിടെ വേണേ പോവാം. നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കും എന്റെ പ്രസംഗം കേൾക്കുന്നത്. ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഓണത്തിന് കറങ്ങാൻ പോയ കാര്യമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ ഓർക്കും എന്താണ് വളരെ ഗൗരവത്തോടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അഭിനയിക്കാനും പറ്റും. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കും പലതും ആലോചിച്ച് പ്രസംഗിക്കുകയും ചെയ്യാം. നമുക്കാരും തമ്മിൽ ഹൃദയങ്ങളെ അറിയാൻ പറ്റത്തില്ല. ഇനി അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പല പാപങ്ങളും നമ്മളെ തുടർന്നുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള പല പാപങ്ങളും നമ്മൾ വിചാരിക്കും ഞാൻ വളരെ സേഫ് സോണിലാണ്, എന്നെ ആരും കാണുന്നില്ല, ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിലുള്ള ഈ തെറ്റായ ദുശീലം അതാരും അറിയത്തില്ല. ഞാനൊന്ന് മദ്യപിച്ചാൽ ആരും അറിയത്തില്ല, ഞാനൊന്ന് തെറ്റായ രീതിയിൽ പോലെ ആരും അറിയത്തില്ല. യോനയെ സംബന്ധിച്ച് ഇത് തന്നെയായിരുന്നു പ്രശ്നം. യോന വിചാരിച്ചു ഈ ഇസ്രായേൽ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ദൈവം ഇല്ലെന്നായിരിക്കാം പുള്ളി വിചാരിച്ചത്. പുള്ളി അവിടെ നിന്ന് വിട്ട് എങ്ങോട്ട് പോയി? നിനവയിലേക്ക് പോയി. ഒരു കാര്യം ഓർക്കണേ, ഈ ദൈവവചനത്തിന് വിരോധമായി ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഉയർച്ചയിലേക്കല്ല പോകുന്നത്. ദൈവവചനത്തിന് വിരുദ്ധമായി നമ്മൾ ഓരോന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നമ്മൾ ഞായറാഴ്ച ഇവിടെ വരുന്നു, ദൈവവചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. പക്ഷേ നമ്മൾ വീട്ടിൽ പോയി ഏത് രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത്? ഞാനിവിടെ കേൾക്കുന്ന വചനങ്ങൾക്ക് അനുയോജ്യം അല്ലെങ്കിൽ അതിന് ചേർന്നൊരു ജീവിതമാണ് ഞാൻ തുടരുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരനോട് സംസാരിക്കുന്നു, എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് തമ്മിൽ ഭർത്താവിനോട് സംസാരിക്കും, മക്കളോട് സംസാരിക്കുന്നു, അമ്മാവിയോട് സംസാരിക്കുന്നു, അമ്മാവനോട് സംസാരിക്കുന്നു, ജോലിക്കാരനെ മേസ്ത്രിയോട് സംസാരിക്കുന്നു, കൂടെയുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു. ഈ വചനപ്രകാരമാണോ ഞാൻ സംസാരിക്കുന്നത്? ഈ വചനത്തിന് വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അനുഗ്രഹത്തിന്റെ നന്മയുടെയും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഉന്മാദം തരാൻ പ്രാസംഗികർക്ക് കഴിയും. പക്ഷേ നമ്മുടെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുന്ന പാപങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ട്. ഈ ദൈവസഭയിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പാപത്തെ പറ്റി എനിക്ക് ബോധമില്ല എങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ എനിക്ക് ഒരു മാനസാന്തരം വരുന്നില്ല എങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്. യഥാർത്ഥമായി ദൈവവചനം കേൾക്കുന്നവർ ഓരോ ദിവസവും അവരെന്ത് ചെയ്യും? ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ ശ്രമിക്കും. യോന എന്ത് ചെയ്തു? യോന വിചാരിച്ചു ആരറിയാൻ, ഒറ്റ മനുഷ്യരറിയാൻ പോകുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തർശീശിലോട്ട് പോയാൽ എൻ്റെ കൂടെയുള്ള പ്രവാചകന്മാരെ നാം വരുന്ന അറിയാനേ പോകുന്നില്ല. എൻ്റെ ദേശവാസികളെ എന്നെ ഒളിച്ചു പോവുകയല്ലേ. ഇനി ഒളിച്ചു പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ. ആൾക്കാർ വിചാരിക്കും ഇദ്ദേഹം എന്ത് ചെയ്ത് ദൈവവചന അല്ലെ ദൈവം ഒരു കാര്യത്തിന് ഏൽപ്പിച്ചു അതിന് പോയതെന്നായിരിക്കും ആൾക്കാർ വിചാരിക്കും. പക്ഷെ ഈ മനുഷ്യൻ എങ്ങോട്ട് പോയി? നിനവയിലോട്ട് പോയി, തർശീശിലോട്ട് പോയി. അപ്പൊ ചോദിക്കും, ഈ തർശീശിലോട്ട് പോകാനുള്ള കാരണം എന്താണ്? ദൈവമല്ലേ നമ്മളെ വിളിച്ചത്? ദൈവം നമ്മളൊരു ഉദ്ദേശത്തിനായിട്ട് വിളിക്കുമ്പോൾ ദൈവം നമ്മളെ നടത്താൻ ശക്തനല്ലേ? ഇത് പ്രവാചകൻ അറിയാത്തത് കൊണ്ടാണ്? അല്ല, ഇത് പ്രവാചകൻ അറിയാം. ദൈവം ശക്തനാണെന്നും ദൈവം ആളുകളുടെ ചിന്തകളെയും ആളുകളുടെ വ്യക്തി ജീവിതങ്ങളെ മാറ്റാൻ ശക്തനാണെന്ന് യോനയ്ക്ക് അറിയാം. പക്ഷെ എന്നിട്ടും യോന ഓടിപ്പോയി. എന്തെന്നറിയാമോ? അപ്പൊ നിങ്ങൾ യോനയെ സ്വർഗത്തിൽ വെച്ച് കാണുമ്പോൾ ചോദിക്കണം, സഹോദര സ്വർഗത്തിൽ പോകുന്നുള്ള എല്ലാവർക്കും വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും പോകും.
അതായത് യഥാർത്ഥമായി കർത്താവിനെ രക്ഷിതായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന, വേർപാട് സ്വീകരിക്കുന്ന എല്ലാവരും എന്താണ് നിത്യജീവന അവകാശം ആക്കുമെന്നാണ് വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമ്പോൾ യോനയോട് ചോദിക്കണം, സഹോദര, നിങ്ങളെ നിനവയിലോട്ടല്ലേ ദൈവം വിട്ടത്, പിന്നെ നിങ്ങൾ എന്തിനാണ് തർശീശിലോട്ട് ഓടിപ്പോയെന്ന് കാണുമ്പോൾ ഒന്ന് ചോദിക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിന്നെ ഒരു കാര്യം, ബൈബിള് നന്നായിട്ട് വായിക്കണം, എന്നാലേ എന്താണ് യോന ആര്, നഹൂം ആര്, ഹബക്കൂക്കാരെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ബൈബിൾ വായിക്കാതെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഹബക്കൂക്ക് വന്നിട്ട് കയ്യേരും, സഹോദരൻ ഞാൻ ഹബക്കൂക്കാണ്. ഹബക്കൂക്ക് അതായത് അത് ആരുടെ, നിങ്ങൾ ആരെ മോനായിട്ട് വരും എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരരുത്. അതുകൊണ്ട് ബൈബിള് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. ആയിക്കോട്ടെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യോനയെ നിങ്ങൾ കണ്ടുവന്നിരിക്കും. യോനയോട് ചോദിക്കണം, യോനെ നീ എന്തിനാണ്, ദൈവം നിന്നെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി വിട്ടായിരുന്നു, പിന്നെ നീ എന്തിനാണ് അവിടെ ഓടിക്കളഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോന പറയും, എന്റെ പൊന്നു ചേട്ടാ, എന്റെ പൊന്നു ചേച്ചി, ഈ നിനവേക്കാരന്മാർ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ആൾക്കാരല്ല. കാരണം വചനം പറയുന്നത് എന്താണ്, നിനവേക്കാര് ദുഷ്ടത നിറഞ്ഞവരാണ്. യഹോവയുടെ സന്നിധിയിൽ അവരുടെ ദുഷ്ടത യഹോവയുടെ സന്നിധിയിൽ എത്തിയെന്നാണ് അവരുടെ ദുഷ്ടത. ഈ യോനയ്ക്ക് പറയാൻ കാരണമുണ്ട്. ഈ പലപ്പോഴും ദൈവം നമ്മളോട് ഇടപെടുന്നു ചില കാര്യങ്ങള്. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, ദൈവസഭയിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാം, നിങ്ങളെല്ലാം കർത്താവിന്റെ വേലക്കാരാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരെയും ചിലപ്പോൾ പാസ്റ്ററായിട്ടൊന്നും ആയിരിക്കത്തില്ല വിളിച്ചേക്കുന്നത്. എവിടെയാണോ അവിടെ നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുക. ഇന്ന് നിങ്ങളിവിടെ ഈ പ്രസംഗം കേൾക്കുമ്പം നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ദൈവവേല ചെയ്യുന്നുണ്ടോ, ഞാൻ എൻ്റെ ദൈവം പറയുന്നത് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ കർത്താവിനെ മറ്റുള്ളവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇന്ന് ഇവിടെ ഇന്ന് ചിന്തിക്കണം. പ്രൈസിലോ. ഇപ്പൊ യോനയെടുത്ത് ചോദിക്കണം, യോനയ്ക്ക് പറയാൻ കാരണങ്ങളുണ്ട്. എന്താണ് കാരണങ്ങൾ? ഒന്നാമത്തെ കാരണം, യോനയ്ക്ക് അറിയാം ഈ നിനവേക്കാരോട് ചെന്ന് പ്രസംഗിച്ചാൽ, കാരണം ദൈവമാണ് അയക്കുന്നെങ്കിൽ യോനയ്ക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. എന്ത്, യോന അവിടെ ചെന്ന് പ്രസംഗിക്കുമ്പം ഈ നിനവേക്കാർ തിരിഞ്ഞു വരുമെന്ന് അറിയാം. അങ്ങനെ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് 4:2? അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് തന്നെ അല്ലയോ, അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞ്. നോക്കണേ, ഇവിടെ യോനയ്ക്ക് അറിയാം, യോന നിനവയിൽ പോയി പ്രസംഗിച്ചാൽ അവിടെയുള്ള ആൾക്കാർ തിരിഞ്ഞു വരുമെന്ന് അറിയാം. പക്ഷെ ഈ മനുഷ്യൻ കൊന്നാലും പോകില്ല. കാരണം നിനവേക്കാരെ യോനയ്ക്ക് ഇഷ്ടമല്ല. അതാണ് അതിന്റെ കാര്യം. അത്രയേ ഉള്ളൂ. യോനയ്ക്ക് നിനവേക്കാരെ എന്തല്ല, ഇഷ്ടമല്ല. കാരണം എന്നറിയാമോ, യോന ചെറുപ്പം മുതലേ ഈ നിനവേക്കാരന്മാരെ കാണുകയാണ്. എന്ത്, ചരിത്രം പഠിക്കുമ്പം ഈ നിനവേ അല്ലെങ്കിൽ അസീരിയൻ സാമ്രാജ്യത്തിൽ വരുന്ന ഒരു പട്ടണമാണ്. ഈ നിനവേക്കാർ മഹാദുഷ്ടന്മാരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ചില ശിക്ഷാരീതികളുണ്ട്. പണ്ട് യുദ്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, ഇന്നത്തെ പോലത്തെ യുദ്ധങ്ങളല്ല, അന്നത്തെ യുദ്ധങ്ങൾ. ഈ അന്നത്തെ ഈ നിനവേക്കാരുടെ ഒരു രീതി, ഇപ്പൊ ശത്രുപക്ഷത്ത് നിന്ന് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, വളരെ ബ്രൂട്ടലായിട്ട് അല്ലെങ്കിൽ വളരെ എന്താ പറയേണ്ടത്, ഒരു മനസ്സാക്ഷി ഇല്ലാത്ത രീതിയിലാണ് ഒരു ശത്രുവിനെ അവർ കൈകാര്യം ചെയ്യുന്നത്. ഒരു യുദ്ധത്തിന് അവർ ആദ്യം പിടിക്കുന്നത് പിള്ളേരെയാണ്. യുദ്ധത്തിന് ആദ്യം ചെന്ന് പിടിക്കുന്നത് കൊച്ചു പിള്ളേരെയാണ്, ഗർഭിണികളെ, പ്രായമുള്ളവരെയാണ് ഇവർ ആദ്യം നശിപ്പിക്കാൻ നോക്കുന്നത്. ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പലയിടത്തും വായിച്ചിട്ടുള്ള കാര്യമാണ്. ഇവരൊരു ശത്രു, അതായത് ശത്രുപക്ഷത്ത് നിന്ന് ഈ നിനവേയുടെ അല്ലെങ്കിൽ അസീരിയൻ രാജ്യത്തിലേക്ക് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ, എങ്ങാനും അകപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒരു ശത്രുവിനെ പിടിച്ചു കഴിഞ്ഞാൽ, ഈ ശത്രുവിനെ ഇവർ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഈ നാക്കിലെ ഈ അമ്പ് പോലത്തെ സാധനം അല്ലെങ്കിൽ ശൂലം പോലത്തെ സാധനം കുത്തി ഇറക്കിയിട്ട് മരുഭൂമിയിൽ കൊണ്ടങ്ങ് വിടും. ഈ മരുഭൂമിയിൽ കിടന്ന് ഈ മനുഷ്യൻ എന്ത് ചെയ്യും, വെള്ളം കിട്ടാതെ അല്ലെങ്കിൽ ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ഇവൻ അവിടെ കിടന്ന് പിടഞ്ഞ് മരിക്കും. ഇനി മറ്റൊരു രീതിയാണ് രാജാക്കന്മാർ, അതായത് ഈ നിനവേലെ ആളുകൾക്ക് മറ്റു ശത്രു രാജ്യത്ത് നിന്ന് രാജാക്കന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ കൊണ്ടുവന്നിട്ട് അവരുടെ കഴുത്തറുത്തിട്ട് രക്തം കുടിക്കുന്ന ഒരു പതിവുണ്ട്. രക്തം സഖ്യ ചെയ്യുന്ന ആൾക്കാർ, രക്തം നക്കി കുടിക്കുന്ന ഒരു ജനതയാണ് നിനവേ. ഇതുപോലെ പിന്നെ മറ്റൊരു ശിക്ഷാ രീതി എന്ന് പറഞ്ഞാൽ, ഒരു ശത്രുവിനെ കിട്ടിക്കഴിഞ്ഞാൽ വായിൽ കൂടെ ഈ ഇതേണ്ട് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഈ ഇരിക്കുന്ന കമ്പിയുണ്ടോ, ഇതുപോലൊരു കമ്പിയിൽ ഒരാളെ നിർത്തിയിട്ട്, അതായത് ഈ കമ്പി വായിൽ കൂടെ കുത്തി ഇറക്കി ആളുടെ പ്രൈവറ്റ് പാർട്ടിലൂടെ കുത്തി ഇറക്കി ഇങ്ങനെ കുത്തി നിർത്തും.
ശത്രുപക്ഷത്തെ ആളുകളെ ശിക്ഷിക്കുന്ന ശിക്ഷാരീതികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യോനയെ സംബന്ധിച്ച് യോനയ്ക്ക് എന്തറിയാം? ഇവരെ യോന കാണുകയാണ് കുഞ്ഞുനാൾ മുതലേ. ഇതൊക്കെ കാരണം ഇവന്റെ സ്വന്തം രാജ്യത്തെ ആളുകൾ ഉപദ്രവിക്കുന്നത് യോന കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഉദാഹരണത്തിന് ഞാൻ പറയും, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പാകിസ്ഥാൻ ശത്രു രാജ്യമായിട്ടാണ് പൊതുവെ ആൾക്കാർ കാണുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല, അത് വേറെ വിഷയം. പക്ഷേ ശത്രു രാജ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഒരു ഇന്ത്യക്കാരനെ പാകിസ്ഥാനിലോട്ട് അവരുടെ നല്ല ഉന്നമനത്തിന് വേണ്ടി അയക്കാൻ വേണ്ടി വിടുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് അങ്ങനെ ഒരു ദേശഭക്തിയുള്ള ഒരു മനുഷ്യന് പോകാൻ പറ്റും? ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ദേശത്തേക്ക് അവരുടെ നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി ഒരുത്തനെ അയക്കാൻ അവൻ നല്ല മനസ്സോടെ പോകാൻ പറ്റത്തില്ല. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് യോനയ്ക്ക് ഒരിക്കലും മനസ്സോടെ നിനവയിൽ ചെന്ന് പ്രസംഗിക്കാൻ കഴിയുകയില്ല. ഇതൊക്കെയാണ് യോന പറഞ്ഞ കാരണങ്ങൾ. പക്ഷെ യോന എന്ത് മനസ്സിലാക്കുന്നുണ്ടെന്നറിയാമോ? അവന്റെ കാരണങ്ങളെക്കാളും ശക്തനായ ദൈവത്തെയാണ് അവൻ സേവിക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് യോനയ്ക്കില്ലാതെ പോയി. യോനയ്ക്കില്ലാതെ പോയത് ഒരു അവിശ്വാസമാണ്. എന്തെന്നറിയാമോ? ഇവൻ ഉദ്ദേശിക്കുന്ന പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിന് മുകളിലാണ് ദൈവം എന്നുള്ള ഒരു ചിന്ത യോനയ്ക്ക് പലപ്പോഴും ഇല്ലാതെ പോയി. ദൈവം നമ്മളെ ചില കാര്യങ്ങൾക്ക് ഉദ്ദേശത്തോടെ വിളിക്കുമ്പം നമ്മളും പലപ്പോഴും എന്ത് ചെയ്തറിയാമോ? ഈ കാരണങ്ങൾ മുന്നോട്ട് വയ്ക്കും. ഞാൻ ഇവിടെ നിന്ന് ഞാൻ പറയുകയാണ്, സഹോദരി അല്ലെങ്കിൽ സഹോദര, ചെറുപ്പക്കാരെ ആരെങ്കിലും നോക്കിയിട്ട് ഞാൻ പറയാണ്, നിന്നെ ദൈവം അമേരിക്കയിലോട്ട് അയക്കാൻ പോവുകയാണ്, അമേരിക്കയിൽ ടെക്സാസിൽ നിന്നെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കൊരു സന്തോഷമാണ്. തിരിച്ച് ഏതെങ്കിലും സിറിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് വളരെ ബുദ്ധിമുട്ടുള്ള രാജ്യത്തേക്ക് അയക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു വിഷമം ഉണ്ടാകും. ഇവിടെ ദൈവം ഒരു വേലയ്ക്ക് വേണ്ടിയിട്ടാണ് യോനയെ വിളിക്കുന്നത്. ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുക, ദൈവവേലയിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവവേലയിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ല. ഇത് കഴിഞ്ഞാൽ ഒരു വ്യക്തി ദൈവത്തിലേക്ക് യഥാർത്ഥമായി വന്നു കഴിഞ്ഞാൽ, അവൻ കർത്താവിന്റെ വേലയ്ക്ക് ഒരുക്കപ്പെട്ടു കഴിഞ്ഞാൽ, പിന്നെ എൻ്റെ ഇഷ്ടങ്ങളല്ല, എൻ്റെ പിതാവിന്റെ ഇഷ്ടങ്ങളാണ് നിറവേറേണ്ടത്. അതായത് ദൈവം ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ അയക്കുമ്പോൾ, ചില കൂട്ടങ്ങളുടെ ഇടയിലേക്ക് നമ്മളെ അയക്കുമ്പോൾ, ചില കുടുംബങ്ങളുടെ ഇടയിലേക്ക് നമ്മളെ അയക്കുമ്പോൾ, ചില ദേശക്കാരുടെ ഇടയിലേക്ക് നമ്മളെ അയക്കുമ്പോൾ അവിടെ എൻ്റെ ഇഷ്ടത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. കാരണം ദൈവവേല എന്ന് പറയുന്നത് സമ്പൂർണ്ണമായത് ദൈവത്തിന്റെ വേലയാണ്. മിഷൻ ഈസ് ഓൾ അബൌട്ട് ഗോഡ്. മിഷൻ ഈസ് ഓൾ അബൌട്ട് ഗോഡ്. ദൈവത്തിന്റെയാണ് ശുശ്രൂഷ. അങ്ങനെയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിന് യാതൊരു പ്രസക്തിയില്ല. നമ്മളെ തന്റെ വേലയ്ക്ക് വിളിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലോ ആയിരിക്കത്തില്ല ദൈവം നിങ്ങളെ നടത്തുന്നത്. വളരെ ശ്രദ്ധയോടെ കേട്ടത്. എനിക്കറിയാം നിങ്ങൾ ഇവിടെ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. ശരിയാണ്, നിങ്ങളുടെ ഭാരങ്ങളൊക്കെ ദൈവം അറിയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കുക, ദൈവം നിങ്ങളെ നടത്തുന്ന വഴികൾ വ്യത്യസ്തമായിരിക്കും. ദൈവം നിങ്ങളെ പല വഴികളിലൂടെ കൊണ്ടുപോകും. അത് ഒരിക്കലും നിങ്ങൾ നശിപ്പിക്കാനല്ല, അത് ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിയാക്കി എടുക്കുവാൻ തന്നെയാണ്. ദൈവത്തിന്റെ വിളി നിങ്ങളുടെ മേലുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കടന്നു പോകുന്ന അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. യോനയെ സംബന്ധിച്ച് ഇനി നമ്മുടെ കാര്യങ്ങൾക്കൊന്നും നമ്മുടെ അഭിപ്രായത്തിനൊന്നും ഒരു വിലയില്ല കേട്ടോ. ദൈവത്തിന്റെ വേലയിൽ അയ്യോ ദൈവം എനിക്കിത് പറ്റത്തില്ല, എനിക്ക് അവിടെ പറ്റത്തില്ല, എനിക്ക് അവരോട് ചെന്ന് പോയി സുവിശേഷം പറയാൻ പറ്റത്തില്ല, ഞാൻ എന്നെ എപ്പോഴും അടിക്കാനും അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ നിൽക്കുന്ന ഇവളടുത്ത് ഞാൻ എങ്ങനെയെന്ന് സുവിശേഷം പറയും, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എന്നെ കണ്ടാൽ കടിച്ചു കയറാൻ നിൽക്കുന്ന ആളെടുത്ത് ഞാൻ പോയിട്ട് എങ്ങനെ കർത്താവിനെ കുറിച്ച് പറയും എന്നൊക്കെ ചിന്തകൾ നമ്മുടെ ഉള്ളത്തിൽ വന്നെന്നിരിക്കുക. പക്ഷെ ഒരു കാര്യം ഓർക്കുക, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എവിടെ ആയിരിക്കുന്നുവോ അവിടെ എൻ്റെ ഇഷ്ടങ്ങൾക്കോ എൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയില്ല. കർത്താവിന്റെ വേലയിൽ എനിക്കറിയാം ചിലരെ ദൈവം പ്രത്യേകമായി ഇവിടെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. സഹോദര സഹോദരി, എന്റെയും നിങ്ങളുടെയും ഇഷ്ടത്തിന് പ്രാധാന്യമില്ല. ദൈവ ഇഷ്ടം മാത്രമേ കർത്താവിന്റെ വേലയിൽ സംഭവിക്കാൻ പാടുള്ളൂ. ഇന്നും ഞങ്ങള് ബംഗാളി സഹോദരങ്ങളുടെ ഇടയിലും അല്ലെങ്കിൽ ഒറീസക്കാരുടെ ഇടയിലൊക്കെ ഞങ്ങൾ ചില റൂമിലൊക്കെ ചെല്ലുമ്പോൾ ഒരു മുറിയിൽ തന്നെ 10-20 ആൾക്കാരൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ വളരെ സൗകര്യത്തോടെ ജീവിക്കുന്നവരാണല്ലോ. അതപേക്ഷിച്ച് എല്ലാവരും ഭയങ്കര ഇതിൽ ജീവിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ 40 പേരുണ്ടോ? 40 പേര് ഒരു വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു മുറിക്കകത്ത് 40 പേര് ആരുമില്ല. പക്ഷെ നിങ്ങൾ ചെന്ന് നോക്കണേ, തിരുവനന്തപുരം ഉള്ളൂരിലൊക്കെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ 60 വീടെന്ന് പറയുമ്പോൾ ഇത്രയും ഇല്ല, ഇതിന്റെ പകുതിയേ ഉള്ളൂ. 40 പേര് താമസിക്കുന്ന വീടുകളുണ്ട്.
ഇനി അവിടെ ചെന്ന് കയറി നമുക്ക് ഈ പാക്കിന്റെയും പാൻപരാക്കിന്റെയും ഒക്കെ സ്മെല്ല് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതൊക്കെ നമുക്ക് തരും, കുറെ കഴിയുമ്പോൾ ആൾക്കാർ നമുക്ക് തരും. പക്ഷെ അവിടെ ഒന്നും നമുക്ക് അയ്യോ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയാൻ പറ്റത്തില്ല. കാരണം അത് ദൈവവേലയുടെ ഭാഗമാണ്, അതെന്റെ വിളിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ അയക്കുന്നിടത്ത് വിശ്വസ്തരായിരിക്കും. എല്ലാവരും ചിലപ്പോൾ മിഷണറിമാരായിട്ട് ദൈവം അയക്കണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങളെ നോർത്ത് ഇന്ത്യയിലോട്ട് വിടണമെന്നില്ല. ഒരുപക്ഷെ ദൈവം നിങ്ങളെ അയക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഇടയിലായിരിക്കും. ഒരുപക്ഷെ നിങ്ങളെ ദൈവം അയക്കുന്നത് നിങ്ങളുടെ ജോലി സ്ഥലത്തേക്കായിരിക്കും. ഒരുപക്ഷെ നിങ്ങളെ ദൈവം അയക്കുന്നത് നിങ്ങളുടെ സ്കൂളിലായിരിക്കും, നിങ്ങളുടെ കോളേജിലായിരിക്കും. എവിടെ ആയിരുന്നാലും ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന വേലയിൽ വിശ്വസ്തമായിരിക്കുക. ദൈവത്തോട് ഇത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ വിഷയങ്ങളോ എന്റെ അഭിപ്രായങ്ങളോ എന്റെ ആഗ്രഹങ്ങളോ അല്ല, പിതാവേ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണമെന്നുള്ള പ്രാർത്ഥന ആയിരിക്കണം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. യോനയെ സംബന്ധിച്ച് യോനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ യോനയ്ക്ക് ഇതൊക്കെയായിരുന്നു കാരണങ്ങൾ. അവര് നല്ല ആൾക്കാരല്ല, അവർ കൊള്ളരുതാത്തവരാണ്, അവരങ്ങനെയാണ്, ഇവരെ ഇങ്ങനെയാണെന്നുള്ള കാരണങ്ങൾക്ക് യോന മുന്നോട്ട് വെച്ച് യോന ഓടിപ്പോകാൻ ശ്രമിക്കുകയാണ്. നോക്കണമേ, ഇദ്ദേഹം യോഹയിലേക്ക് പോയി, കപ്പലിന്റെ അടിത്തട്ടിലേക്ക് പോയി. കപ്പലിന്റെ അടിത്തട്ടിൽ നിന്ന് എന്ത് ചെയ്തു? അതിന്റെ പിന്നെ അടിത്തട്ടിൽ പോയി, പിന്നെ സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പിന്നെ മത്സ്യം വന്ന് വിഴുങ്ങി. പിന്നെ മത്സ്യത്തിന്റെ എങ്ങോട്ട് പോയി? അടിവയറ്റിലേക്ക് പോയി. സമുദ്രത്തിന്റെ ശരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാതാളം എന്നുള്ള വാക്കാണ്, ഷിയോൾ എന്നുള്ള വാക്കാണ്. ഒരു കാര്യം ഓർക്ക്, ദൈവവചനത്തിന് വിരുദ്ധമായി നിൽക്കുമ്പോൾ അത് നിങ്ങളെ എല്ലാ ആഴ്ചയും സഭയിൽ വരുന്നവരായിരിക്കും, പ്രാർത്ഥിക്കുന്നവരായിരിക്കും, ആര് തന്നെ ആയിരുന്നാലും ദൈവവചനത്തിന് വിരുദ്ധമായാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ദൈവവചനത്തിന് വിരുദ്ധമായി പാപത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എന്റെ ഉയർച്ച പോകുന്നത് ഉയരത്തിലേക്കല്ല, യോബയിലേക്ക് താഴ്ന്നു പോയി. പിന്നെ അവിടെ നിന്ന് കപ്പലിലേക്ക് ആ മനുഷ്യൻ താഴ്ന്നു പോയി. പിന്നെ മത്സ്യത്തിന്റെ വയറ്റിനകത്തേക്ക്, പിന്നെ സമുദ്രത്തിന്റെ അടുത്തട്ടിൽ പിന്നെ ആ മനുഷ്യരെ എടുത്ത് എറിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ദൈവവചനത്തിന് വിരുദ്ധമാണ് എന്റെ ജീവിതമെങ്കിൽ, ദൈവ കൽപ്പനയ്ക്കെതിരെ ഞാൻ പാപം ചെയ്യുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഉയർച്ചയിലേക്ക് അല്ല പോകുന്നത്, ഞാൻ താഴ്ചയിലേക്കായിരിക്കും പോകുന്നത്. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ 1-ാം അധ്യായത്തിൽ അതിന്റെ 4-ാം വാക്യം, യഹോവയെ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. നമ്മുടെ പാപം ഉണ്ടെങ്കിൽ അതിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു പെരുങ്കാറ്റ് ഉറപ്പാണ്. പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പാപത്താലാണ് ഞാൻ ജീവിക്കുന്നെങ്കിൽ, സഹോദര സഹോദരി, ഈ വീടുകളിൽ ഈ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുന്ന പോലെ ഒരു അറ്റാച്ച്ഡ് പെരുങ്കാറ്റ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പാപത്തിലാണ് ജീവിക്കുന്നെങ്കിൽ ഒരു പെരുങ്കാറ്റ് ഉണ്ട്. ഈ മനുഷ്യൻ ദൈവത്തോട് വിരുദ്ധമായി പാപം ചെയ്തു പോയി. അവിടെ ഒരു പെരുങ്കാറ്റ് ദൈവം അയച്ചു. കപ്പൽ തകർന്നു പോകാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. അതുകൊണ്ട് ഇന്ന് പകൽ ഞാനും നിങ്ങളും തിരിച്ചറിയുക, ഞാനും നിങ്ങളും വിചിന്തനം ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ദൈവവചനത്തിന് വിരുദ്ധമായാണോ ജീവിക്കുന്നത്? എന്റെ ജീവിതം വചനപ്രകാരമായിട്ടാണോ? ശരിയായിരിക്കാം, പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതം ഈ വചനത്തിന് യോഗ്യമാവണ്ണമാണ്. ആ മകൻ പ്രസംഗിച്ചപ്പോൾ ഏത് വാക്യമാണ് കൂട്ടിയത്? നിങ്ങൾ യോഗ്യമാവണ്ണം. നമുക്കൊരു യോഗ്യതയുണ്ട്. എന്താണ് അത്? ഈ വചനമാണ്. ഈ വചനത്തിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ ദൈവത്തോട് പാപം ചെയ്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഓർത്തോളണം, ഒരു കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഒരു പെരുങ്കാറ്റ് നമ്മുടെ പിറകിലുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും ഇത് ഉണ്ടാകണമെന്നില്ല. എല്ലായ്പ്പോഴും നമ്മൾ പാപത്തിലായിരിക്കുമ്പോൾ പെരുങ്കാറ്റ് അടുപ്പിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, പാപത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് ഉണ്ട്, അതിന്റെ പരിണിത ഫലം ഉറപ്പായിട്ടും ഉണ്ട്. ഇതൊന്നും ഇന്ന് ആരും പ്രസംഗിക്കാറില്ല. അതാണ് ഏറ്റവും വലിയ കഷ്ടം. പാപത്തെ പറ്റിയുള്ള പ്രസംഗങ്ങൾ ആർക്കും വേണ്ട. പക്ഷെ സഹോദര, നിന്നെ ദൈവം വർദ്ധിപ്പിക്കുന്നു പറഞ്ഞാൽ അവിടെ കൈയടി ഉണ്ടാകും. വിശുദ്ധിയെ പറ്റി ആർക്കും പ്രസംഗം കേൾക്കേ വേണ്ട. മറിച്ച് ഭൗതിക നന്മകളെ കുറിച്ച് പ്രസംഗം കേട്ട് എല്ലാവരും കൈയടിക്കും. ഇന്ന് സഭയിലൊരു ഇന്ന് ക്രിസ്തീയ സഭ കടന്നു പോകുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നോക്കണം, പാപത്തിലാണെങ്കിൽ അവിടെ ഒരു പെരുങ്കാറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ മറ്റൊരവസ്ഥയും കൂടെ നോക്കിയിട്ട് ഞാൻ ഈ വചനം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 5-ാം വാക്യം, കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടുത്തട്ടിൽ ഇറങ്ങി കിടന്ന് നല്ല വണ്ണം പെട്ടവനാണേ, അറിയപ്പെടുന്ന ഇസ്രായേലിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു പ്രവാചകനാണ്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാണ്? ഇറങ്ങിയാണ്. ഒരു പ്രവാചകന്റെ അല്ലെങ്കിൽ ഒരു ദൈവപുരുഷന്റെ
ഒരു വിളിക്കപ്പെട്ട ഒരു വിളിയുള്ള ഒരു മനുഷ്യന്റെ ഒരു പരാജയമാണ് ഇവിടെ കാണുന്നത്. എന്താണ്? അവൻ നല്ലവണ്ണം ഉറങ്ങി. ഈ ഉറങ്ങുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പെരുങ്കാറ്റാണ്, ചുറ്റിനും പെരുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നിങ്ങൾ ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. ഈ പെരുങ്കാറ്റ് അടിക്കുമ്പോൾ ശബ്ദമുണ്ട്. പിന്നെ എന്ത് ചെയ്തു? ആൾക്കാർ ജീവനും കൊണ്ട് വിളിക്കുകയാണ്. എന്താണ്? താന്താന്റെ ദേവനോട് നിലവിളിച്ചു, കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിന് ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു. ഇവിടെ എന്ന് പറഞ്ഞാൽ മരണ പോരാട്ടമാണ്. ആളുകൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ ആരെങ്കിലും രക്ഷിക്കണേ, ഈ സമുദ്രത്തിന്റെ നടുക്ക് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇന്നിപ്പോ എന്തെങ്കിലും സജ്ജീകരണങ്ങളുണ്ടോ? അന്ന് എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ഇരിക്കുന്നു, അല്ലെങ്കിൽ അന്ന് ആരെങ്കിലും രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇതിന്റെ ഇടയിൽ കിടന്ന് ആളുകൾ കിടന്ന് അവർക്ക് ഓർമ്മ വരുന്ന എല്ലാ ദൈവങ്ങളെയും കിടന്ന് വിളിക്കുകയാണ്. പക്ഷെ വിളിക്കപ്പെട്ട ദൈവദാസൻ താണ്ടെ സുഖമായിട്ട് ഈ യോനയുടെ ശുശ്രൂഷ, പ്രവചന ശുശ്രൂഷ നമ്മൾ ഇല്ലെങ്കിലും ഈ ശുശ്രൂഷ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കയറി വരാറുണ്ട്. എന്താണ്? ഒന്നും അറിയത്തില്ല, എന്തോ നടക്കട്ടെ, എന്റെ ചുറ്റിനും എന്തോ നടക്കട്ടെ, ആളുകളൊക്കെ ജീവനും കൊണ്ട് ഓടുകയാണ്. പക്ഷെ ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഞാൻ സേഫാണ്. യോനയെ സംബന്ധിച്ച് യോനയ്ക്ക് പറ്റിയ ഒരു കാര്യം അതാണ്. യോനയ്ക്ക് ഒരു പ്രത്യേക ഒരു ആശ്വാസം അപ്പൊ കിട്ടി. ഈ പാപം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ലൗകിക സുഖം കിട്ടി. പക്ഷെ പിന്നത്തേതിൽ അവർക്ക് അതിന്റെ പരിണിത ഫലം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇന്ന് ചെറുപ്പക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, പല പാപങ്ങളും ഒരുപക്ഷെ വളരെ സുഖിപ്പിക്കുന്നതായിരിക്കും, വളരെ മധുരം തരുന്നതായിരിക്കും. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു കെണി സാത്താൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കണം, ഈ മനുഷ്യൻ കിടന്നുറങ്ങി. ചുറ്റിനും ആൾക്കാർ അവരുടെ വിലപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ? അവരെ ചരക്കുകളൊക്കെ അവരുടെ അടുത്ത് എറിയാൻ തുടങ്ങി. നോക്കണം, അതൊരു ചരക്ക് കപ്പലായിരിക്കാം, അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇപ്പൊ അവരുടെ അടുത്ത് ദൂരെ കളയാൻ എന്താണ്? ഇപ്പൊ അവർക്ക് ആ സാധനങ്ങളല്ല വില, അവരുടെ ജീവനാണ് വില. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടുത്തെ അവസ്ഥ നിങ്ങൾ കണ്ടു, ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇനി നമ്മുടെ ചുറ്റുപാട് ഒന്ന് ചിന്തിച്ച്, എത്ര ചെറുപ്പക്കാര് നിങ്ങൾ എണ്ണം എടുത്ത് നോക്ക്. ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷം ജനുവരി മുതൽ ഈ ആഗസ്റ്റ് വരെയുള്ള മാസത്തിൽ എത്ര ചെറുപ്പക്കാർ ജീവിതം അവസാനിപ്പിച്ചു? എത്ര പേര് മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്നു? എത്ര പേര് ജീവിതം അവസാനിപ്പിക്കുന്നു? എത്രയോ കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലോട്ട് പോകുന്നു? എത്രയോ പേര് ആത്മഹത്യയുടെ എണ്ണം പെരുകുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷെ എന്റെ ചോദ്യം ഈ വചനപ്രകാരം, യോനയെ പോലെ ഞാനും നിങ്ങൾ ഉറങ്ങുകയാണോ? ഇതെല്ലാം കണ്ടിട്ടും ഇനി പോട്ടെ, ഇത് ഭൗതികമായ വിഷയങ്ങളാണ്. എത്രയോ പേര് നിത്യനാശത്തിലേക്ക് നമ്മുടെ ചുറ്റിനും ആളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടും ഞാനും നിങ്ങളും ഉറക്കമാണ്. ഈ കപ്പൽ പ്രമാണി വന്ന് ചോദിക്കുന്ന കാര്യമുണ്ട്. എന്താണ്? കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? നീ ഉറങ്ങുന്നത്? കപ്പൽ പ്രമാണി വിശ്വാസി പോലും അല്ല. കാരണം അവിടെ ആ കപ്പലിൽ ഒരൊറ്റ എബ്രായൻ മാത്രമേ ഉള്ളൂ, ഒരു വിശ്വാസിയുള്ളൂ, അത് ഈ പ്രവാചകനാണ്. പക്ഷെ ഒരു അവിശ്വാസി വന്നിട്ട് ഈ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുകയാണ്, നീ ഉറങ്ങുന്നത് എന്ത്? എത്ര പരിതാപകരമാണ് ഒരു പ്രവാചകനെ സംബന്ധിച്ച്. പലപ്പോഴും ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിലല്ല. ഞാൻ ആരെയും കുറ്റം വിധിക്കുന്നതല്ല, പലപ്പോഴും ഞാൻ ഉൾപ്പെടെ, പ്രസംഗിക്കുന്ന ഞങ്ങൾ ഉൾപ്പെടെ, ഇതെല്ലാം നമ്മുടെ ചുറ്റിനും നടക്കുമ്പോഴും ഇതൊന്നും കണ്ടിട്ട് കാണാതെ, അത് അവരുടെ ജീവിതമല്ലേ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത അവനല്ലേ, കുടുംബ പ്രശ്നം അവർക്കല്ലേ, എനിക്കെന്താണ്? ഞാൻ സേഫ് അല്ലേ, ഞാൻ എല്ലാ ആഴ്ചയും സഭയിൽ വരുന്നുണ്ട്, ഞാൻ കാണിക്ക കൊടുക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തുന്നുണ്ട്, ഇത് മാത്രം നോക്കിയാൽ പോരെ? ഇതാണ് ആത്മീയ ഉറക്കം. ഇവിടെ പറയുന്ന ഉറക്കം വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ ഉറക്കത്തെ പറ്റി അല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഉറക്കം വരും. ഇപ്പം പ്രസംഗം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പലരും ഉറങ്ങി കഴിഞ്ഞു, അത് സ്വാഭാവികമാണ്. മനുഷ്യനെ ഇപ്പൊ ഞാനും ഈ പറയുന്ന ഉറങ്ങുന്ന ആളാണ്, പ്രസംഗത്തിന്റെ ഇടയിൽ ഉറങ്ങിപ്പോകും. പക്ഷെ ഈ ഉറക്കത്തെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ആത്മീയ ഉറക്കം, ശുശ്രൂഷ അല്ലെങ്കിൽ നിലവിളിക്കേണ്ട സമയം, എഴുന്നേറ്റ് നിലവിളിക്കേണ്ട സമയത്ത് നിലവിളിക്കാതെ സുഖമായി കടന്നുറങ്ങുകയാണ്.